ഗൈസ് നമ്മളിന്ന് പെരുന്നാൾക്ക് എല്ലാവരും ട്രിപ്പ് പോയി. നമുക്ക് പണി ഉണ്ടായതുകൊണ്ട് ശരി നമുക്ക് പോകാൻ പറ്റില്ല അല്ലേ? ഇത് പണി ഉണ്ടായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പോവുകയാണ്. നമ്മളായിട്ട് പോകണം കോഴിക്കോട് ബീച്ചിൽ പോവാണ്. നമ്മൾ ബൈക്കൊന്ന് കാണിച്ചു തരാം ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഗൈസ് നമ്മൾ എണ്ണ അടിച്ചാണ്ട് പോയിട്ട് പിന്നെ നേരെ പമ്പത് മാത്രമേ എണ്ണ അടിക്കുള്ളൂ. ഒറ്റ മൈൻഡ് ഒറ്റ ട്രിപ്പ് അത്ര. എപ്പോൾ വരുമെന്നോ എപ്പോൾ പോകുന്നൊന്നും അറിയില്ല. കയ്യിൽ പൈസ തരുന്ന അപ്പോൾ വരും അല്ലേ വിവേ? ഗൈസ് ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. രാമനാട്ട് വരെ എത്തണുള്ളൂ. ഭയങ്കര ബ്ലോക്ക്. വെള്ളം കുടിക്കാൻ വേണ്ടി സൈഡാക്കിയാണ്. ഭയങ്കര ബ്ലോക്ക്. നമ്മളിവിടെ ബീച്ചിലെത്തിക്കണം. ഇവേ ബീച്ചിലെത്തി നമ്മള്. കോഴിക്കോട് ബീച്ചാണ്. ഇവിടെ ഫുള്ള് കപ്പിൾസാണ്. ഇവിടെ പിന്നെ ഞാൻ പിന്നെ സിംഗിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഷെബീബിന് ഭയങ്കര സങ്കടമുണ്ട്. ഇവേ ആരെ കാണാത്തോണ്ട് സങ്കടം. അപ്പോൾ നമ്മള് ഇങ്ങനെ വെറുതെ പെരുന്നാളൊക്കെ ആയപ്പോൾ നമ്മളെ കൂട്ടാതെ ശക്തന്മാരെ ട്രിപ്പ് പോയി. നമ്മളെ വിളിച്ചില്ലാരും അല്ലേ? നമ്മളെ വിളിച്ചില്ല. നമ്മളെ ഒറ്റക്ക് എന്നിട്ട് ഞാനോനും സോളോ ട്രിപ്പ് അല്ലേ? ഞാനോനും സോളോ ട്രിപ്പ് അതാണോ പറഞ്ഞത്. രണ്ടാളാകുമ്പോൾ എങ്ങനെ സോളോ എന്ന് നമുക്കറിയില്ലല്ലോ. ഇതിന് എങ്ങനെയാണ് ഓൾ സെറ്റായി എന്നാണ് ഞാൻ ആലോചിച്ചത്. ഷെബീബ് നമ്മളെ എവിടേക്ക് കൊണ്ടെത്തിച്ചു. കോഴിക്കോട് ബീച്ചിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കോഴിക്കോട് ബീച്ചല്ലത്. ഇത് കോഴിക്കോടിൻ്റെ ബീച്ചിൻ്റെ ഏതോ അറ്റാണ് ചെല്ലിയത്. ഏതോ അറ്റാണ്. ഓക്കെ എല്ലാവരും ചങ്ങായിമാരൊപ്പം വരുമ്പോൾ ഗൂഗിൾ മാപ്പ് എടുത്ത് വരിക, അല്ലെങ്കിൽ മൂഞ്ചിച്ചോന്. പോയി ഭയങ്കര ബ്ലോക്ക് കഴിച്ചു. ഭയങ്കര ബ്ലോക്ക്. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമായിട്ടും ഇവിടെ പെരും ബ്ലോക്ക്. പറയാല്ലേ? ആർക്കൊന്നും പറയാൻ തോന്നൂല. നമ്മളെ ബ്ലോക്കിന് അത് കയ്യെത്താവുള്ളൂ. കോഴിക്കോട് ബീച്ചിൽ നമ്മൾ എത്തിയാണ്. ഇവാ മുടിയൊക്കെ പിന്നെ ശരിയാക്കാം. ഇതാട്ടോ ശരിയാ കോഴിക്കോട് ബീച്ച്. ഇതാണ് ഈ വഴി തെറ്റിച്ച് ഞാൻ നിന്നെ പറഞ്ഞോ. ഇജ്ജ് എവിടേക്കെങ്കിലൊക്കെ കൊണ്ടുപോയിക്കാണ്ട് വണ്ടി ഓട്ടാൻ കൊടുത്തവനെ മതി മറന്നാണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ കൊണ്ടുപോകും. ഒരു പാടാ. ഓക്കെ ഭയങ്കര തിരക്കാണ്. നല്ല അപ്പം എനിക്കെന്താ നമ്മളെ കൊണ്ടുപോകാതെ പോയവരോട് പറയാല്ലേ? ബീച്ചിലെത്തിയ ഞങ്ങള് ബീച്ചിലെത്തി. ഞങ്ങൾക്കും പോവാൻ വയ്ക്കും അല്ലേ? നിങ്ങൾക്കൊക്കെ ഒരു പാഠമാണ്. ഇങ്ങനെ മണൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് ഫീലാണ് കിട്ടണേ? എല്ലാ ഇവിടെ നിറച്ച് കുട്ടികളുണ്ട്. ഇവരൊക്കെ നമ്മൾ നോക്കുകയാണ്. ആരും നോക്കാത്തതുകൊണ്ട് സിമ്പിളായതുകൊണ്ട് ഇതെന്താ ഈ മൗനം പാലിക്കുന്നേ? ഇതിലാരും വെച്ചാൽ ഞാൻ ഒറ്റക്ക് വരുന്നതിനുണ്ടോ? ഇവ തൊള്ള തുറന്നാൽ മറ്റവൻ്റെ പോലെയാണ്. ചായ ചായ ചായ, വെള്ളം വെള്ളം വെള്ളം. ഫുഡ്
ഇത് കണ്ട അവിടെ ഇരുന്നത് എന്ത് ചെയ്യാനാ? നമുക്ക് സംസാരിക്കുന്ന ഒരാളില്ലല്ലോ. ഷബീബ് നമ്മളോട് ചോദിച്ചു ഒന്ന് ബീച്ച് കാണിച്ചു തരുമെന്ന്. നമ്മൾ ഷബീബിന് ബീച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെ എല്ലാവർക്കും ബീച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമില്ല. ഫുൾ ക്രൗഡാണ്. സൂര്യ അസ്തമിച്ചല്ലേ. നമ്മളെ പറഞ്ഞാണ്ട് ഒരാൾ പറ്റിച്ച് അവൻ വിളിച്ചാണ് നമ്മളെ പ്രതികാരം വരും. എന്ത് ചെയ്യാം? ഏത് ബാങ്കാ? നമ്മളിങ്ങനെ പോയി SBI മലപ്പുറത്ത് എവിടെ വെച്ചാൽ എൻ്റെ പ്രീതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. കടലാണ് ഗൈസ്. കുറേ നാളായി ഒരു കടലൊക്കെ കണ്ടിട്ട്. കടപ്പുറമ്പോ അപ്പോൾ ഷബീബിന് ഇന്റെ പേർക്കിടെ ആയിക്കോട്ടെ. എനിക്ക് ഇവിടെ പിന്നെ ബീച്ചിക്ക് വന്നാൽ നമ്മൾ ഇത് കുടിക്കണ്ട. ഇത് ഐസ് കുൽക്കി എന്താ ചരൻ്റെ ഐസ് തിന്നിട്ട്. അപ്പോൾ ചരൻ്റെ ഐസ് കഴിക്കണം. എവിടെ ഇപ്പോൾ നല്ലൊരു ഇത് എവിടെ കിട്ടുക നോക്കാം. ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കാണിച്ചാ നമുക്ക് നോക്കാം. ചരൻ്റെ ഐസ് അല്ല അവിടെ പോവാം. അവിടെ ഉണ്ടാവും നല്ല നല്ല അടിപൊളി കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ട, ഷബീബിനും വേണ്ട. നമ്മൾ പിന്നെ വൈബ് എൻജോയ് ചെയ്യാൻ വന്നത് ഷബീബേ. നമ്മൾ പിന്നെ ചെയ്യാനാ പറയെന്തോന്നും പറ. അത് ക്യാമറ ഉണ്ടോ മുണ്ടൂല്ലേ? പിന്നെ ഷബീബ് കുറച്ച് ഇൻട്രോവേർട്ടാണ്. അതാണ് ക്യാമറൻ്റെ മുമ്പിൽ ഒന്നും മിണ്ടുക. നെല്ലിക്കണ്ട്, പല പല സാധനങ്ങളുണ്ട് ഇവിടെ. പറ അതും പറയാൻ മതിയാണ്. അതിന്റെ പൈസ ഇവിടെ കൊടുത്താൽ മധുരം മധുരം എൻ്റെ മധുരം എങ്ങനെ ഉണ്ടാവും? ഉണ്ടോ? അടിപൊളിയാവൂലേ? അല്ലേ? വയറ് കാപ്പാട് ബീച്ചിൽ കാപ്പാട്. കോഴിക്കോട് ബീച്ചിൽ കുതിരൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ കോഴിക്കോട് ബീച്ചിൽ കുതിര കാരണം നമുക്ക് നമ്മളെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ആൾക്കാർ. നമ്മൾ ഐസ്റ്റാൻഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കൊടുക്കും. കോഴിക്കോട്ടത്തോടെ ഇഷ്ടപ്പെടാൻ കാരണം കോഴിക്കോട് ബീച്ച് പിന്നെ അവരെ സംസാരം അത് വൈബ്. വേറെ എവിടെയും കിട്ടാത്തൊരു സംസാരമാണ് അവർ ഭാഷ. ഐ ലൈക്ക് ഇറ്റ്. മറ്റൊന്നാണെങ്കിൽ ക്യാമറ മുൻ തരാൻ വേണ്ടി അപകടമായ കുട്ടിയൊക്കെ അവിടെ വെള്ളത്തിലാണ്. അതായത് കുട്ടിയുടെ പേരൻസ് കാണുന്നില്ല. കുതിരയാണ് ബീച്ചിലേക്ക് നല്ല സവാരി റൈഡൊക്കെ പോവാ. കുതിര നല്ല പറയാല്ലേ ബീച്ച് കണ്ടത്.
എത്ര ആൾക്കാരെ കാണില്ല. പെരുന്നാളിൻ്റെ തിരക്കായതുകൊണ്ട് എന്തായാലും തിരക്ക് ഇവിടെ പെരുന്നാളായതുകൊണ്ടേ ഇന്നലെ അതിന് പെരുന്നാൾ. പക്ഷെ ഇന്നാണ് ആൾക്കാർ നല്ല അറവൊക്കെ അതായതുകൊണ്ട് സൺഡേ ആണല്ലോ ഞാൻ. സൺഡേ ആയതുകൊണ്ട് ഫാമിലീസ് ഫുള്ളൊക്കെ ഉണ്ടാവണ്ടേ. അപ്പോൾ എല്ലാവരും വരിക എല്ലാവരും വരിക ഇവിടെ ഫാമിലിൻ്റെ ഒപ്പം എല്ലാവരും വരിക. വീട്ടിൽ പറഞ്ഞിട്ട് എല്ലാവരും വരിക, ഹാപ്പി ആയിരിക്കാം. അവിടെ ഫുള്ള് തിരക്കായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകും. തിരക്കില്ലാത്തൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിരിക്കാം. പക്ഷെ ഇവിടെ എല്ലാ സ്ഥലത്തും ഭയങ്കര തിരക്ക്. എന്താണോ പെരുന്നാളിൻ്റെ തലേദിവസം ഭയങ്കര തിരക്ക്. ശരി ഭയങ്കര തിരക്ക് കഴിച്ചു. അപ്പോൾ നിങ്ങൾ കാണുന്നില്ല ഈ തിരക്കാളൊന്നും. ഫുള്ള് തിരക്ക്. ഇവിടെ എവിടെ നമ്മൾ ഇരിക്കാൻ പറ്റുന്നു. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആദ്യം പോയവിടത്തേക്ക് പോയാൽ മതിനല്ലേ. അവിടെ ഇരിക്കാനും പറ്റീനോ ഒക്കെ പറ്റീനോ. പക്ഷേ അപ്പം നമുക്ക് ബുദ്ധിയില്ല. നമ്മൾ എത്ര ആൾക്കാർക്ക് കൊണ്ടുവരും. നമ്മളെ എത്ര ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, സെലിബ്രേറ്റ് ചെയ്യുന്ന എത്ര ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ. അപ്പോൾ ഇപ്പം എത്ര കുട്ടികൾ പറയുന്നുണ്ടോ ആ ചെക്കൻ കൊള്ളാല് ആർക്കും നമ്മളോട് ഒരാൾ വന്നാണ്ട് അവിടെ വന്ന് നിന്നില്ല നമ്മളെത്തി. പറഞ്ഞ കാര്യമില്ല, നമുക്ക് അതിനില്ല താല്പര്യമില്ല. നമുക്കിങ്ങനെ നടന്നാൽ മതി. ഇതാകുമ്പോൾ ഒരു ഇതുമില്ല, ടെൻഷനില്ല. നമ്മൾ നമ്മളെ കാര്യം നോക്കി നടത്താം. ഇരുട്ടാവാൻ തുടങ്ങിയിരിക്കണം. വൈബുണ്ടാവാൻ തോന്നണം. ഇങ്ങനെ നിൽക്കാം നമുക്കിവിടെ. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നാൽ എൻജോയ് ചെയ്യാം. ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വരിക, കടലിൽ നോക്കിയിരിക്കാം. ഇവിടെ വന്നിട്ട് ഒരിക്കാം ഇതവിടെ പണീൻ്റെ കാര്യം നോക്കിയിരിക്കും. കടൽ കാണാൻ ഇതൊന്നുമില്ല, കടൽ കാണുന്നില്ല. പണി ആയിട്ട് അവർക്ക് വേറെ എത്തും ചെയ്യാൻ. നമ്മൾ ഒറ്റയ്ക്ക് കടലായി ഷെബീബ് കടല വാങ്ങി തന്നു. ഷെബീബിന് പിന്നെ സ്നേഹമുള്ളതുകൊണ്ട് ഷെബീബ് കടലൊക്കെ വാങ്ങി തരും. അതെ ടേസ്റ്റ് ഉണ്ടോ? പൈസ ഗൂഗിൾ പേക്ക് ഇതാക്കി തരാം. ഗൂഗിൾ പേക്ക് ഞാൻ ഇതാക്കി തരാം. നീ കൂട്ടി തന്നാൽ മതി. ഇവനെ ഞാൻ കൊടുന്ന് ഇവനക്ക് ഞാൻ തിന്നാൻ കൊടുക്കണം. ഇതൊക്കെ ആണ്. ഞാനോ ഫോണിൽ കളിച്ച് ഇങ്ങനെ ഇരിക്കും. വീഡിയോയിൽ എന്തെങ്കിലും പറയാം. ഒന്നും പറയില്ലല്ലോ. ഇതാണ് ഇവനെ കൊടുന്നതിൻ്റെ പ്രശ്നം. എല്ലാവർക്കും എൻ്റെ പ്രശ്നം ഇതാണ്. ഒരു കാലത്ത് ഞാനൊരു സൂപ്പർ സ്റ്റാർ ആവും. ഇവരൊക്കെ എൻ്റെ കാല് പിടിച്ച് വരും. ഇവരൊക്കെ രാത്രിയായിട്ടൊന്നും ഇവിടുന്ന് ആരും പോയിട്ടൊന്നുമില്ല. ഈവനിങ് ആയി. എന്നാലും ഇവിടുത്തെ തിരക്കൊന്നും പറയില്ല. അതാണ് കോഴിക്കോട്. തീറ്റ പേര് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ചായ തീറ്റ. മന്തി വേണ്ടേ? മന്തി മാങ്ങ. അതൊക്കെ എങ്ങോട്ടാ പോണെന്നോ ഓനക്കേ അറിയുള്ളൂ. ഞാനാ ആ സ്ഥലമല്ല കേസ്. അപ്പം ഇങ്ങനെ നടക്കാം. കോഴിക്കോട് ബീച്ച് വരുമ്പോൾ എല്ലാവരും പേപ്പറൊക്കെ എടുത്ത് വരും. അല്ലെങ്കിൽ സിൽക്കാത്ത സ്ഥലം ഇങ്ങനെ നടക്കേണ്ടി വരും. ഇതിലൊക്കെ നടക്കുക. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇവനെ പോലെ തിന്നാൻ പറ്റുന്ന ഒരാളൊപ്പം കൂട്ടുക. ഇങ്ങനെ തിന്നാടുന്നോളൂ. അങ്ങനെ തിന്നു നമ്മളിങ്ങനെ ഓരോപ്പം ഇങ്ങനെ നടക്കുക. അത് ഇങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ഇഷ്ടമല്ല. നമ്മളിങ്ങനെ പോവാൻ നടന്ന് അപ്പോൾ ഇതാണ്
ബീച്ചിൻ്റെ വൈബ്. നടക്കുക നടക്കുക തിന്ന ഇരിക്കാൻ സ്ഥലം ഇരുന്നാൽ പാൻറ്റിൽ ചാടിയാവും മണലാവും. പിന്നെ ഇപ്പം ബൈക്കുമ്പോൾ കയറ്റിടാറുണ്ട്. നമ്മളെന്താ കാട്ടുക? ഇരിക്കാനില്ലാതെ നടക്കല്ലാതെ ഇങ്ങനെ ഇരിക്കാൻ ചുരല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ കപ്പിൾസ് പോലെ കാണുമ്പോൾ സങ്കടമൊന്നുമില്ല. സങ്കടമുണ്ടോ? എനിക്ക് സങ്കടമില്ല, നമുക്കും സങ്കടമില്ല, തീരെ സങ്കടമില്ല. അപ്പോൾ നമുക്കില്ലേ നമ്മൾ തേടി വരും. പിന്നെ ഇവിടെ പേഴ്സൊക്കെ സൂക്ഷിക്കും, ചാടിപ്പോയ കിട്ടില്ല. ഞങ്ങളുടെ മുമ്പിലൊരു എൻ്റെ പേഴ്സിൻ്റെ കേസിലുണ്ട്, ചാടിപ്പോയ പൈസ ഇട്ടില്ല. പിന്നെ നമുക്ക് പറഞ്ഞ കാര്യമില്ല. ബസ്സിലൊക്കെ വന്നാൽ കിടക്കില്ല വരും അല്ലേ? ഇതൊക്കെയാണ് പോയി. മാംഗോ ബാർ കിട്ടും. ചെറിയൊരു മാംഗോ ബാർ വാങ്ങി, മോന് ചോക്കോ ബാർ വാങ്ങി. മറ്റേ പോയി തെറ്റിപ്പോയി വെള്ളം ഇല്ലാതെ വന്നു. വെള്ളം വാങ്ങാൻ പോയത്. അവന് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് മേത്ത് കൂടി ആകെ ഒലിപ്പിച്ച് മോറൊക്കെ കക്കി ഇരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ബീച്ചിൽ നിന്ന് ഐസ്ക്രീം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാറ്റൊക്കെ അടിച്ചാൽ മേത്തൊക്കെ തെറിക്കും. ഐസ്ക്രീമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എനക്കെന്തോന്നും പറയാമല്ലോ. അത് എന്ത് പറയാ? ശരി, ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമ്മൾ പിന്നെ ഹാപ്പി ഗൈസ്. നമ്മൾ പോവാണ് ബീച്ചിൽ വന്നിട്ട്. എനിക്ക് എന്തോ അർജൻറ്റ് കുറേ ഉമ്മ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. മാല എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. മാല നോക്കാം ഗൈസ്. തിരുമ്പ് നാട്ടിലേക്ക് പോവാണ്. കോഴിക്കോട് കണ്ട് ബീച്ചിൽ ഇറങ്ങാൻ ബീച്ചിൽ ഇറങ്ങിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് വണ്ടി പാർക്ക് ചെയ്ത് കുറേ അപ്പുറത്താണ്. അപ്പോൾ അങ്ങോട്ട് കളിക്കാനൊക്കെ നല്ല സാധനമുണ്ട്. പന്ത് അങ്ങനെ കുറേ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക. വാങ്ങിക്കൊടുക്കുക. നമ്മളിങ്ങനെ കുറേ നടക്കാണ്ടല്ലേ ബീവേ? എത്തിയല്ലേ? എത്ര നാട്ടിൽ നമ്മള് 1 കിലോമീറ്ററൊക്കെ ഉണ്ടാവും പാർക്ക് ചെയ്ത് കുറച്ച്. ബൈക്കെടുത്ത് വരിക, ഭയങ്കര ബ്ലോക്കിലേക്കാണ്. ബൈക്കെടുത്ത് വരിക, ഭയങ്കര ബ്ലോക്കിൽ പറ്റാൻ കുറേ ടൈം കൊടുക്കും. എന്നിട്ട് എത്താനും പോവാനൊക്കെ കുറേ ടൈം കൊടുക്കും. ബൈക്കിൽ വന്നിട്ടും കുടുങ്ങി. നമ്മൾ പോകാൻ നേരത്ത് ബൈക്കിൽ വന്നിട്ടും നമ്മൾ കുടുങ്ങി കഴിച്ചു. നമ്മളിതാ എവിടെ മുട്ടായി തരുമോ? കോഴിക്കോട് മുട്ടായി തരുമോ? ഇവിടെ ഫുൾ ഡിസ്കൗണ്ടാ? ഇവിടെ ഇത്ര ഡിസ്കൗണ്ടൊക്കെയാണ് എല്ലാ സാധനത്തിനും. അപ്പോൾ എന്നിട്ട് കോഴിക്കോട് ബീച്ചിൽ വിലക്കുറവ്. ഡിസ്കൗണ്ട് നിങ്ങൾ പറയാലോ. ഡിസ്കൗണ്ട് ഇംഗ്ലീഷ്, വിലക്കുറവ് മലയാളം. അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ സാധനമൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പോവുക.